ഇത് കോലമി ചേട്ടായി നോക്കി ഇത് വേണ്ട, എനിക്ക് വേണ്ട. യൂസ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ്. അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുന്നതാണ്. അത് 300 ഈ ഇറച്ചിയാണേലും സ്മോക്കി ഫ്ലേവറാണ്. അല്ലാതെ ഡ്രയറിലൊന്നും അങ്ങനെയല്ല. പണ്ട് പരമ്പരാഗതമായ രീതിയിൽ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നമ്മളുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലും ടേസ്റ്റിലും വീടുകളിൽ തന്നെ അതീവ ജാഗ്രതയോടും കൂടെ എല്ലാ ഫ്രഷ് ഐറ്റംസും ഓയിൽ തൊട്ട് എല്ലാം ഫ്രഷായിട്ട് മേടിച്ച് ഒരു പ്രിസർവേറ്റീവ്സും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന പിക്കിൾസ്, അതായത് അച്ചാറുകൾ, ഡ്രൈ ബീഫ്, അതായത് ഇടിയിറച്ചി, വെജിറ്റബിൾ അച്ചാർ, മസാലപ്പൊടികൾ, മീനച്ചാർ, ബീഫ് ഇടിയിറച്ചി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഉരുക്ക് വെളിച്ചെണ്ണ, പൈനാപ്പിൾ പാനി, ചിക്കൻ അച്ചാർ, ചമ്മന്തിപ്പൊടി എന്നിവ ഐറ്റങ്ങൾ, ഈ വക ഐറ്റങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എങ്ങനെ ഉണ്ടാക്കി നമ്മൾ അബ്രോഡിൽ കേരളത്തിന് പുറത്തേക്ക് ഉള്ള എല്ലാ മക്കളും കൊണ്ടുപോകാറുണ്ടല്ലോ, അതുപോലെ തന്നെ ആക്കി തരുന്ന ഒരു ആളെ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവരുടെ ഷോപ്പും കാര്യങ്ങളുമാണ് കേട്ടോ. ഇതെല്ലാം അവർ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടേക്കാണോ ആവശ്യമുള്ളത്, ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് യൂറോപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഔട്ട്സൈഡ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തേക്കും ഇവർ ഇത് കൊറിയറായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് സേഫായിട്ട് നമ്മുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ നമ്മൾക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം പിള്ളേർ UK 3-4 പേര് ഷെയർ പോയിട്ട് വാങ്ങുന്ന 20 കിലോ ആണെങ്കിൽ റേറ്റ് കുറയുള്ളൂ. എന്നാൽ ഏറ്റവും മാക്സിമം പറയാം. അവൻ പറയാം ഞങ്ങൾ അതിൻ്റെ എക്സ്പെക്ട് 100 രൂപ അല്ല, 250 700. MRP ഒന്നും നോക്കണ്ട, അതൊക്കെ ഞാൻ. അപ്പോൾ ഈ പാക്കിൽ കാണുന്ന ഐറ്റംസ് നമ്മൾ മേടിച്ച ഐറ്റംസാണ് കേട്ടോ. ഒരു കാർഡ്ബോർഡ് ബോക്സ് മുഴുവൻ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സേഫായിട്ട് ഒരു തുള്ളി എണ്ണ പോലും പുറത്ത് വരാതെ നമ്മൾ നാട്ടിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരികയും കൂടെ ചെയ്തു കേട്ടോ. ടേസ്റ്റിലും ഒരു രക്ഷയില്ല പറയാൻ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കി തരുന്നോ അതേ ടേസ്റ്റാണ്. അപ്പോൾ ആരും അതിന് ഡൗട്ടൊന്നും വിചാരിക്കേണ്ട. ഇപ്രാവശ്യം ഞങ്ങളൊന്നും വീട്ടിൽ നിന്നും ഉണ്ടാക്കിച്ചില്ല, നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എവിടെയാണെങ്കിലും ഏത് യൂറോപ്യൻ കൺട്രികളിലാണെങ്കിലും അവർ നമ്മൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ. അതെന്താ ചേട്ടാ? ഇത് കോലമി. ചേട്ടായി നോക്കി ഇത് വേണ്ട, എനിക്ക് വേണ്ട. ഒരാൾ നോക്കിയാൽ മതി. പിന്നെ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഈ ഇറച്ചിയാണേലും സ്മോക്കി ഫ്ലേവറാണ്. അല്ലാതെ ഡ്രയറിലൊന്നും അങ്ങനെയല്ല. പണ്ട് പരമ്പരാഗതമായ രീതിയിൽ നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നത്, കാരണവന്മാർ ചെയ്ത പോലെ തട്ടടിച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ തട്ടടിച്ചത് 6 തട്ടിൻ്റെ ഞാൻ തന്നെ അസംബിൾ ചെയ്ത് ഒരു പോപ്പര പോലെ ആക്കി അതിൻ്റെ അകത്ത് ഇട്ട് ഉണക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഉണക്കിറച്ചി ഉണ്ട്. ഇതിൻ്റെ ഇത് 0% വേസ്റ്റാണ്. ഇതിനകത്ത് യാതൊരു വേസ്റ്റില്ല, ഫുള്ള് ചെത്തി മാറ്റിയിട്ടാണ് ഉണങ്ങുന്നത്. ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളതിന് അഭിപ്രായം പറയാം. അല്ലാതെ ഞാനെന്താ പറയുന്നത്, 10 സ്ഥലത്ത് നെല്ലി ഇറച്ചി കഴിച്ചാൽ 10 ടേസ്റ്റ് ആയിരിക്കും. അതിൽ ഞാൻ ഗ്യാരണ്ടി പറയാം. അതിൽ നമ്മുടെ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ എത്ര സ്ഥാനത്ത് വരുമെന്ന് നിങ്ങളതിന് വിലയിരുത്തുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ്. അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുന്നതാണ്. അത് 350 രൂപ ഹോൾസെയിൽ റേറ്റ് വിലയുള്ള റേറ്റാണ്. ഇനി ഈ സെറ്റപ്പ് പക്ക മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചില്ല് കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പക്ക ഇത് പ്രൊഫഷണലായിട്ട് തന്നെ സാധനം നിങ്ങളുടെ മുന്നിൽ ഒരു ഉടനെ തന്നെ എത്തും. വെബ്സൈറ്റായി ഇനി എല്ലാ പരിപാടികളും 1 by 1 ആയിട്ട് ഏതായാലും വളരണമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മീൻ്റെ വീട് നോക്കിയാണ് ഏതാ എല്ലാവരും ഇവിടെ വരുന്ന നാളെ മുന്നിട്ട് പോകുന്നുണ്ടോ അല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു, നല്ല പ്രിപ്പറേഷനാണ്, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വേറൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ.